സ്കൂളിൽ നിന്ന് വന്ന് കുട്ടി ബാഗ് എടുത്ത് വലിച്ചെറിയുന്നു, സോക്സ് എടുത്ത് വലിച്ചെറിയുന്നു, ഓടി കട്ടിൽ പോയി കിടക്കുന്നു. ഇത് കണ്ട അമ്മ എന്ത് ചെയ്യും? അലറിക്കൊണ്ട് പുറകെ പോകുന്നു. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയാണോ ഒരു കാര്യം ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അമ്മ ചിലപ്പോൾ ഫോണിലായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കുട്ടി നേരെ വന്നിട്ട് അമ്മയെ ഇങ്ങനെ ഒന്ന് തള്ളുകയല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഒന്ന് തട്ടി തന്നെ നീ എന്തോ കാണിക്കുന്നത്, ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. ശരിക്കും ആ ഒരു കുട്ടിക്ക് ആ ഒരു ദിവസം വളരെ മോശമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് വളരെ മോശമായിട്ടൊരു അനുഭവം പുള്ളിക്കാരിക്ക് ഉണ്ടായി, അല്ലെങ്കിൽ പുള്ളിക്കാരനുണ്ടായി. അത് ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങളോട് വന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണമാണ് സോക്സും ബാഗും വലിച്ചെറിഞ്ഞു. അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആ ദേഷ്യം മൊത്തം കുഞ്ഞിനോട് കാണിച്ചു. എന്ത് ചെയ്യും? കുഞ്ഞൊരിക്കലും അവരുടെ വിഷമം നിങ്ങളോട് പറയില്ല. അതിന് പകരം അവർ ഫ്രണ്ട്സിനോട് പറയാൻ നോക്കും, അല്ലെങ്കിൽ മനസ്സിൻ്റെ അകത്ത് അത് ഇട്ടിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഒരു ചായക്കപ്പ് ഒന്ന് ആലോചിക്കുക. ഈ ചായക്കപ്പിൻ്റെ അകത്ത് ധാരാളം ചായ ഉണ്ടെങ്കിൽ, നിറഞ്ഞ ചായ ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ചായയോ വെള്ളമോ ഒന്നും ഒഴിക്കാനായിട്ട് പറ്റില്ല. ഒഴിച്ചാൽ അത് വെളിയിലോട്ട് വരും. അതുപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള ഇമോഷൻസ് ചായക്കപ്പ് പോലെയാണ്. ധാരാളം പ്രശ്നങ്ങളോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഓഫീസിലെ പ്രശ്നങ്ങളുണ്ട്, വീട്ടുകാരുടെ പ്രശ്നമുണ്ട്, ഭർത്താവിൻ്റെ പ്രശ്നമുണ്ട്, ഭാര്യയുടെ പ്രശ്നമൊക്കെ കൊണ്ട് ഫൈനാൻഷ്യൽ പ്രശ്നമൊക്കെ നമ്മുടെ മനസ്സിൽ ഒത്തിരി ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കേൾക്കാനും പറ്റില്ല. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകും. അതൊരു പുറത്തുള്ള ആളുകളിലോട്ട് അവർ പോകും. ഉറപ്പായിട്ടും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആ ചായക്കപ്പ് ഒരു പകുതി എങ്ങനെ ആക്കാൻ നോക്കുക. എംറ്റി ആക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ വ്യായാമം ചെയ്യണം, നമ്മുടെ വെൽബീയിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, നമ്മുടെ ഹോബീസിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കുട്ടിയുടെ ഒരു വികാരവും അല്ലെങ്കിൽ വിഷമങ്ങളോട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണ് ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്? കൂടെ പോയിരുന്നതിന് ശേഷം എന്താ മോനെ എല്ലാ പ്രാവശ്യവും എടുത്ത് വെക്കുന്നതല്ലേ സോക്സും ബാഗൊക്കെ, ഇന്ന് എന്ത് പറ്റി, ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത്, ഇന്ന് എന്തെങ്കിലും വിഷമമുള്ള 2 കാര്യങ്ങളെല്ലാം ഉണ്ടായോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അമ്മയോട് പറയാമോ? അങ്ങനെ അപ്പോൾ കുഴപ്പമില്ല അമ്മ എന്നൊക്കെ പറയും. 2-3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാം. അത് മതി ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നം അവിടെ തീരാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് വേണ്ടി അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.